എത്ര പ്രാവശ്യം ശ്വസിക്കും? ഇന്ന് രാവിലെ ഒരു 5 മിനിറ്റ് ശ്വസിച്ചേക്കാം, എന്നിട്ട് പിന്നെ ശ്വസിക്കണം. അങ്ങനെയാണ് ഓൾവേസ്. എല്ലായ്പ്പോഴും നമ്മൾ ശ്വസിക്കുന്നു, ഉച്ഛ്വസിക്കുന്നു. നമുക്കത് നിർത്താൻ സാധ്യമല്ല. നിർത്തി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മരിച്ചു എന്നാണ്. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ആവശ്യമുള്ളത്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തെയും ഈ ചിന്താവിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിനും രൂപാന്തരത്തിനും ഒക്കെ കാരണമായി കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ പുതിയ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നമേ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കൊരു കീ സ്പോൺസർ തൃശ്ശൂരിൽ നിന്ന് രാഘവൻ ആൻഡ് ആനന്ദകുമാരി ആണ്. രണ്ടുപേരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് ഭാര്യ ആനന്ദകുമാരി രാഘവൻ്റെ 69ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഏപ്രിൽ 27 ബ്രദർ രാഘവൻ്റെ 77ാമത്തെ ജന്മദിനമാണ് വരാൻ പോകുന്നത്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ കർത്താവ് രണ്ടുപേർക്കും ദൈവികമായ ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകുവാൻ, മക്കളായ സഞ്ജീവ്, സതീഷ് എന്നിവരുടെ രണ്ടുപേരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ തന്നെ ഇന്നത്തെ കീ സ്പോൺസർ കൂടിയുള്ളത് സൗദി അറേബ്യയിൽ നിന്ന് പ്രിൻസി പത്രോസാണ്. താങ്ക് യു സിസ്റ്റർ പ്രിൻസി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രിൻസിയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. പ്രിൻസി സൗദിയിൽ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് തൻ്റെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ പ്രിൻസിയുടെ മകൾ അനീറ്റ സാറ സനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 12th ഗ്രേഡ് ബോർഡ് എക്സാമിൽ എല്ലാ സബ്ജക്റ്റിനും A+ ലഭിക്കാൻ, അതുപോലെ തന്നെ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആൽവൈന അന്ന സനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം ഉണ്ടായിരിക്കുവാനും ദൈവഭയത്തിൽ വളരുവാനും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും അധികമായിട്ട് അങ്ങ് പകരണമേ കർത്താവേ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ ആഴ്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെയധികം മീറ്റിങ്ങുകളുണ്ട്. നാളെ മുതലാണ് നമ്മുടെ ക്യാമ്പ് ആരംഭിക്കുന്ന. ആർക്ക് വേണ്ടി? നമ്മുടെ ടീൻസ്, കൗമാരപ്രായക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പ് രാവിലെ 9-9:30 മണിയാകുമ്പോൾ അത് ആരംഭിക്കുകയാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ നാളെ സ്പോട്ടിൽ വന്ന് രജിസ്റ്റർ ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണാം. QR കോഡ് കാണുമ്പോൾ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ദയവായി രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് വരുന്നത് ഈ 17-ാം തീയതി, അത് മറ്റന്നാൾ വെള്ളിയാഴ്ച സംഭവിക്കാനായിട്ട് പോകുന്നത്. പാസ്റ്റർ ഡാമിൻ ആൻ്റണി UAE-യിലുണ്ട്, ദുബായിലുണ്ട്. ദുബായ് അല്ലാതെയിലുള്ള നമ്മുടെ പ്രധാന മീറ്റിംഗ് പ്ലേസിൽ തന്നെ മീറ്റിംഗ് നടക്കുന്നു. ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണാമല്ലോ. അപ്പോൾ തന്നെ ഈ ശനിയാഴ്ച അതിശക്തമായിട്ടുള്ളൊരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. കോഴിക്കോട് ചിന്താവളപ്പിൽ വെച്ച് നടക്കുന്ന ആ സ്പെഷ്യൽ മീറ്റിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ സ്ഥലം എന്നുള്ള ശിക്ഷക് സദൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ദയവായി കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ സംഭവിക്കുമെന്ന് കാണുക. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ ആരാധനയിലേക്കും വചന ശുശ്രൂഷയിലേക്കും കടക്കാം. മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. ആത്മാവിനാലെ നിറച്ചു
ആനന്ദമുള്ളിൽ പകർന്നു, ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എൻ അന്തരംഗമേ. അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം എൻ അന്തരംഗമേ. അനുദിനവും നന്ദിയോടെ പാടി എൻ അന്തരംഗമേ, എൻ അന്തരംഗമേ. അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഏപ്രിൽ 14 ചൊവ്വാഴ്ച. ഡിവോഷണൽ ഡയറിയിൽ ആ പേജ് എടുത്താൽ ഇന്നത്തെ ഫോക്കസ് വേർഡ് ഈസ് മേഴ്സി, കരുണ. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യാമോ കമൻറ്റ് സെക്ഷനിൽ? മേഴ്സി. ആവശ്യമുള്ളവർ മാത്രം മതി, നിങ്ങൾക്ക് കരുണ ലഭിക്കുവാൻ ആവശ്യമുണ്ടെങ്കിൽ. നൗ ഫോക്കസ് വേഴ്സ് നോക്കാമോ? സങ്കീർത്തനങ്ങൾ 23:6. Psalm 23 and verse number 6. Surely goodness and mercy will follow me all the days of my life. 23-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വചനത്തിലാണ് നമ്മൾ കാണുന്നത്, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അതൊരു ഫെയ്ത്തിൻ്റെ കൺഫെഷനാണ്, ഭയങ്കര ഒരു ഹോപ്പിൻ്റെ കൺഫെഷനാണ്. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നിശ്ചയമായും എന്നെ പിന്തുടരും. ഡെക്ലറേഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: മേഴ്സി സറൗണ്ട്സ് മീ ടുഡേ. ഇന്ന് ദൈവകരുണ എന്നെ ചുറ്റുന്നു. ഗോഡ്സ് ഗുഡ്നസ് കവേഴ്സ് മൈ പാസ്റ്റ് ആൻഡ് സെക്യൂർസ് മൈ ഫ്യൂച്ചർ. ദൈവത്തിൻ്റെ നന്മ എൻ്റെ ഭൂതകാലത്തെയും ഭാവികാലത്തെയും സുരക്ഷിതമാക്കുന്നു. അത് പല പ്രാവശ്യം പ്രഖ്യാപിക്കണം. ഒറ്റയ്ക്ക് വീട്ടിലാണെങ്കിൽ ഉറക്കെ അങ്ങ് വിളിച്ചു പറയണം. ബൈബിൾ റീഡിംഗ് പ്ലാൻ അതിലുണ്ടല്ലോ, നോക്കി വായിച്ച് ടിക്ക് ചെയ്യണേ. ഇതിൽ 4 കാര്യങ്ങളാണ് പതിവ് പോലെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മേഴ്സിയെക്കുറിച്ചുള്ളത് കുറിച്ച് വയ്ക്കുക. മേഴ്സി ഈസ് ഗോഡ്സ് പർസ്യൂട്ട്, നോട്ട് ജസ്റ്റ് അവർ റിക്വസ്റ്റ്. കരുണ നമ്മുടെ ഒരു അപേക്ഷ മാത്രമല്ല, ദൈവം നമ്മെ പിന്തുടരുന്നത് കൂടിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മേഴ്സി വിൽ ഫോളോ മീ. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ദൈവത്തിൻ്റെ കരുണ നമ്മളെ പിന്തുടരുവാൻ അവൻ നമ്മെ സഹായിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ കരുണയും നമ്മെ പിന്തുടരും. ഒരിക്കലും ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: കർത്താവ് നമ്മുടെ ഇടയനായി തീർന്നാൽ അതിൻ്റെ എൻഡ് റിസൾട്ട്, ഏറ്റവും അവസാനം, അത് 1-ാമത്തെ വചനത്തിലാണല്ലോ കർത്താവിൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടായില്ല. 6-ാം വചനത്തിൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. സാധാരണ നമ്മളെ പിന്തുടരുന്നത് എന്താണ്? നിഴൽ നമ്മളെ പിന്തുടരും. ദുരുദ്ദേശത്തോടുകൂടി ചിലരൊക്കെ നമ്മളെ പിന്തുടരും. ചില നായ്ക്കൾ, കൂറുള്ള നായ്ക്കൾ പിന്തുടരും. മണത്ത യജമാനൻ്റെ പുറകെ വരുന്നത് പോലെ പിന്തുടരും. ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ നന്മയും കരുണയും 2 ഡോഗ്സ്, 2 നായ്ക്കുട്ടികളെ പോലെ 2 പേർ കൂറോടുകൂടെ നമ്മുടെ പുറകെ വരും. മണത്ത് ഇങ്ങോട്ട് തിരിഞ്ഞാൽ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ വിടാതെ പിന്തുടരുന്ന 2 നായ്ക്കുട്ടികളെ പോലെ നമ്മുടെ പുറകെ ഉണ്ടായിരിക്കും. പക്ഷേ എവിടെയാണ് അത് തുടങ്ങുന്നത്? കർത്താവ് എൻ്റെ ഇടയനായി മാറുമ്പോൾ ഇത് പിന്തുടരാൻ തുടങ്ങും. ഇത് രണ്ടും അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്, മേഴ്സി ഈസ് നോട്ട് പാസീവ്. ഒരിക്കലും കരുണ എന്ന് പറയുന്നത് നിശ്ചലമായി യാതൊരു ആക്ടിവിറ്റിയും ഇല്ലാതിരിക്കുന്ന ഒന്നല്ല. ഇറ്റ് ആക്റ്റീവ്ലി പെർസ്യൂസസ്. ഈ കരുണയുടെ പ്രത്യേകത നമ്മെ പുറകെ വന്ന് നമ്മെ പിന്തുടരുകയാണ്. എന്ന് വെച്ചാൽ അത് വളരെ ആക്റ്റീവാണ്. ജീവിതത്തിൽ വളരെ സജീവമായിട്ടാണ്
ഈ കരുണ നമ്മുടെ പുറകെ നടക്കുന്നത്. Lamentations 3:22-23, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22-23 വായിക്കുമ്പോൾ, ഹിസ് mercies ആർ ന്യൂ എവറി മോർണിംഗ്. അവൻ്റെ കരുണ രാവിലെ തോറും പുതിയതാകുന്നു. അപ്പോൾ ഒരു ഫ്രഷനിങ് അപ്പ് കണ്ടു. എല്ലാതും ഇന്നലെ ലഭിച്ച കരുണയല്ല ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. ഹിസ് mercies ആർ ന്യൂ എവറി മോർണിംഗ്. എല്ലാ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ഒരു പുതിയ കരുണ നമുക്ക് ലഭിക്കും. ഇന്നൊരു പ്രഭാതത്തിൽ, ഇതിപ്പോൾ കാണുന്ന പ്രഭാതത്തിലാണെങ്കിൽ ഒരു പുതിയ കരുണ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് റിലീസ് ചെയ്യാം. നാളെ ആകുമ്പോൾ, നാളെ നേരം പുലരുമ്പോൾ ഫ്രഷായിട്ട് ഇതുവരെ ഇല്ലാത്ത ദൈവത്തിൻ്റെ ഒരു കരുണ വീണ്ടും വരും. സോ എവ്രി ഡേ ഇറ്റ് വിൽ ബി റിന്യൂഡ്. അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എല്ലാ ദിവസവും ഈ കരുണ നമ്മെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. 103-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വചനത്തിൽ, ഹി ഡസ് നോട്ട് ട്രീറ്റ് us ആസ് അവർ സിൻസ് ഡിസേർവ്. നമ്മുടെ പാപത്തിനൊത്തവണ്ണം അവൻ നമ്മോട് പകരം ചെയ്യുന്നില്ല. നമ്മുടെ പാപങ്ങൾ ഓർത്താൽ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. അത്രയും പാപങ്ങൾ നമ്മൾ ചെയ്തവരാണ്. എന്നാൽ ഹി ഡസ് നോട്ട് ട്രീറ്റ് us ആസ് അവർ സിൻ ഡിസേർവ്. കരുണയുടെ ഒരു പ്രത്യേകത ഈ പറഞ്ഞതാണ്. അതായത് നാം അർഹിക്കുന്ന ശിക്ഷ നമ്മിൽ നിന്ന് മാറ്റിക്കളയും. എന്നാൽ ഗ്രേസ്, കൃപ എന്ന് പറയുന്നത് നാം അർഹിക്കാത്ത നന്മ നൽകുന്നു. രണ്ടാണ്. മേഴ്സിയും ഗ്രേസും ഏകദേശം സിനോണിമസ് ആണെന്ന് ചിന്തിക്കരുത്. രണ്ടും വ്യത്യസ്തമായ ആക്ടിവിറ്റിയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ പറയാം. മേഴ്സി അഥവാ കരുണ, നാം അർഹിക്കുന്ന ശിക്ഷാവിധി, നാം അർഹിക്കുന്ന ന്യായവിധി, നാം അർഹിക്കുന്ന വിപത്തുകൾ, ഇതൊന്നും നമ്മൾ വരുത്താതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, തടുക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഗ്രേസ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് അർഹതയില്ലാത്ത നന്മകൾ നമ്മളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഇതാണ് സിമ്പിളായിട്ട് പറയാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ 103-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വചനത്തിൽ പറയുന്നത്, നമ്മുടെ പാപത്തിന് തക്കവണ്ണം അവൻ നമ്മോട് പകരം ചെയ്യുന്നില്ല. ചെയ്തിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും ജീവിച്ചിരിപ്പില്ല. സോ കരുണയുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ലൂക്കോസ് 15-ാം അധ്യായത്തിൽ, ദ ഫാദർ റാൻ ടുവേർഡ് ദ prodigal son. ഈ പിതാവ്, ധൂർത്തപുത്രൻ്റെ പിതാവ് തൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അവൻ വാസ്തവത്തിൽ അർഹിക്കുന്നത് ശിക്ഷയാണ്. എന്നാൽ അതിന് പകരം അവനെ പൊതിഞ്ഞു പിടിച്ച് അവൻ്റെ അടുക്കിലേക്ക് ഓടുന്ന ഒരു പിതാവിനെ നമ്മൾ കാണുന്നു. ഇവിടെ കാണുന്നത് ഗോഡ്സ് mercy comes looking for us even when we fail. നമ്മൾ പല തരത്തിലും പരാജയപ്പെടുമ്പോഴും ദൈവത്തിൽ നകലുമ്പോഴും ദൈവത്തിൻ്റെ കരുണ ചെയ്യുന്നത് നമ്മുടെ പുറകെ വരികയാണ്. ഓടി നമ്മുടെ പുറകെ വരുന്ന ഒരു സ്നേഹം. നമ്പർ 2, mercy covers what we deserve. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നുകൂടി എടുത്ത് പറയാം. നാം അർഹിക്കുന്നതിനെ കരുണ തടുക്കുന്നു. നമ്മൾ അർഹിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ശിക്ഷ. mercy means we do not receive the punishment we deserve. അതാണ് കരുണ. ഞാൻ ഓൾറെഡി പറഞ്ഞു, നേരത്തെ കയറി പറഞ്ഞു പോയി. mercy means we do not receive the punishment we deserve. നാം അർഹിക്കുന്ന ശിക്ഷ നമുക്ക് തരാതെ വണ്ണം തടുത്തു നിർത്തുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. ഓക്കെ. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം നോക്കുമ്പോൾ, Titus 3:5, He saved us not because of righteous things we had done, but because of His mercy. Wow, എത്ര നല്ലൊരു വചനമാണെന്ന് നോക്കി. അവൻ നമ്മെ രക്ഷിച്ചത് എങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നോട്ട് ബിക്കോസ് ഓഫ് റൈച്ചസ് തിങ്സ് വി ഹാഡ് ഡൺ, നാം ചെയ്ത നീതിപ്രവൃത്തികൾ നിമിത്തമല്ല, ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് mercy. അവൻ്റെ കരുണയാൽ എന്ന് വെച്ചാൽ അവൻ്റെ കരുണയാൽ നാം അർഹിക്കുന്ന ശിക്ഷയും അതിൻ്റെതായ ന്യായവിധികളും സകലവും തടുത്ത് നിർത്തി അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അവൻ്റെ നീതിപ്രകാരം അവൻ്റെ കൃപയ്ക്കൊത്തോണം അവൻ നമ്മെ രക്ഷിച്ചു. എബ്രായലേഖനം 8:12, Hebrews 8:12, I will remember their sins no more. ഒരു ഭയങ്കര ആശ്വാസത്തിൻ്റെ വചനമാണ്. ഞാൻ അവരുടെ പാപങ്ങളെ ഓർക്കുകയുമില്ല. ഈ ഒന്നും നിങ്ങൾ ടൈപ്പ് ചെയ്തില്ലെങ്കിലും ഇതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാമോ? എബ്രായർ 8:12, ഞാൻ അവരുടെ പാപങ്ങളെ
ഓർക്കുകയുമില്ല. ടൈപ്പ് ചെയ്യുക. എന്നും എന്നേക്കുമായി കർത്താവ് നമ്മുടെ പാപങ്ങളെ മറന്നുകളയും. നമ്മുടെയൊക്കെ പ്രശ്നം അതാണ്. ഒത്തിരി ചിലരൊക്കെ നമ്മളോട് ചെയ്തിട്ടുള്ള ദ്രോഹം നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. കർത്താവ് പറയുന്നത് ഞാനത് ഓർമ്മിക്കുകയില്ല, ഞാനത് മറന്നുകളയും. കർത്താവിന് അവൻ സർവജ്ഞാനിയായതുകൊണ്ട്, സർവശക്തനായതുകൊണ്ട്, ഒന്നും അവൻ അസാധ്യമായിട്ടില്ലാത്തതുകൊണ്ട് എന്ത് വേണമെങ്കിലും ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് AI, നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നതിൻ്റെ മെമ്മറി ഭയങ്കരമാണ്, ശരിയല്ലേ? വളരെ സെക്കൻഡുകൾക്കുള്ളിൽ കാൽക്കുലേഷൻസ് നടത്താനും സെക്കൻഡുകൾക്കുള്ളിൽ പലതും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ അതിന് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ബുദ്ധി എന്തായിരിക്കും? നിർമ്മിത ബുദ്ധിയല്ല, ദൈവത്തിൻ്റെ ഏറ്റവും ഭയങ്കരമായ അവൻ്റെ മൈൻഡിൽ സകലവും ഓർത്തെടുക്കാൻ അവന് കഴിയും. എങ്കിലും മനഃപൂർവമായി അവൻ നമ്മുടെ പാപങ്ങളെ മറന്നു കളയുന്നു, അഥവാ നമുക്കെതിരെ കണക്കിടുന്നില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം അവൻ നമുക്കെതിരെ കണക്കിടുന്നില്ല. മൈഖ ചാപ്റ്റർ 7 and verse number 18. മീഖ പ്രവാചകൻ്റെ പുസ്തകം 7-18 God delights to show mercy. അവൻ കരുണ കാണിക്കുന്നതിൽ സന്തോഷിക്കുന്നു. നമ്മോട് കരുണ കാണിക്കുന്നതിൽ അവന് സന്തോഷമുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം അവൻ്റെ പിതൃഹൃദയമാണ്, ഫാദേഴ്സ് ഹാർട്ട്. ദൈവത്തിന് ഒരു പിതാവിൻ്റെ ഹൃദയം ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. ഒരു ന്യായാധിപൻ ഒരു കോടതിയിലിരിക്കുക, ആ ജഡ്ജിന് പണിഷ് ചെയ്യാനുള്ള എല്ലാ അധികാരമുണ്ട്. എന്നാൽ അദ്ദേഹം ക്ഷമിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും? ഇതാണ് കർത്താവ് നമ്മോട് ചെയ്യുന്നത്. അവന് നമ്മെ ശിക്ഷിക്കാനൊക്കെ അധികാരമുണ്ട്, എന്നാൽ അവൻ നമ്മോട് ക്ഷമിക്കുന്നു. അതിൻ്റെ പേരാണ് കരുണ. അവൻ നമ്മോട് കരുണ കാട്ടുന്നു. അത് കൃപയല്ല, കരുണ കാട്ടുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ആധാരമുണ്ട്. യേശു കർത്താവ് ക്രിസ്തുവിൽ, തൻ്റെ ഏകജാതനായ പുത്രനിൽ ആണ് നമ്മോട് ക്ഷമിക്കുന്നത്. യേശുവിൻ്റെ കെയർ ഓഫിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഒരു ജഡ്ജ് ക്രിമിനലായിട്ടുള്ള ഒരാൾക്ക് ഒരു ശിക്ഷാവിധിയിൽ ഇളവ് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ആ ക്രിമിനലിൻ്റെ, കുറ്റക്കാരൻ്റെ എന്തെങ്കിലും ഗുണം കൊണ്ടല്ല, പകരം ന്യായാധിപൻ്റെ കരുണ കൊണ്ടാണ്. ശിക്ഷയ്ക്ക് അർഹനാണ്, എന്നിട്ടും ഇളവ് കൊടുക്കുന്നു, എന്നിട്ടും വിമോചിപ്പിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാണ്, അത് ക്രിമിനലിൻ്റെ ഗുണം കൊണ്ടല്ല, ന്യായാധിപൻ്റെ കരുണ കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം അർഹിക്കുന്ന ശിക്ഷ നമുക്ക് ലഭിക്കാതിരിക്കാൻ കാരണം നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടോ ഉപവസിച്ചതുകൊണ്ടോ ബൈബിൾ വായിച്ചതുകൊണ്ടോ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ അല്ല, പകരം അവൻ്റെ കരുണ പ്രകാരമാണ്. ഇത് മറക്കരുത്. ഹലോ കോഴിക്കോട്, ബ്ലെസ്സിങ് ടുഡേ കോഴിക്കോട് വരിക. കുറച്ച് നാളായി വന്നിട്ട് ഞങ്ങൾ ടീമായി വരികയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് കോഴിക്കോട് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ശിക്ഷക് സദൻ ഓഡിറ്റോറിയം, റാം മോഹൻ റോഡ്, ചിന്താവളപ്പ്, പാളയം. 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് ഈ സംഭവം. നിങ്ങൾ വരണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരിക, കുടുംബത്തെ കൊണ്ടുവരിക. ഇതെന്താണ് പരിപാടി എന്ന് പറയാം. ഞങ്ങൾ വരുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ദിസ് ഈസ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ, അനുഗ്രഹത്തിൻ്റെ ഉത്സവമാണ്. എല്ലാവർക്കും വേണ്ടി വ്യക്തിപരമായി ഞങ്ങൾ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും, ആരാധനാ ഗീതങ്ങളുണ്ടായിരിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, യേശുവാണ് സൗഖ്യമാക്കുന്നത്, അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, സാമ്പത്തികമായ വലിയ പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്ന അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ നമുക്കവിടെ കേൾക്കാൻ കഴിയും. ഇതിന് സാക്ഷിയാകാനും, വെറും സാക്ഷിയാകാൻ മാത്രമല്ല, ഇത് അനുഭവിക്കുവാനും ദയവായി നിങ്ങൾ വരണം. അന്നത്തെ ദിവസം ബഹിരാകാശത്തിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, വരാതിരിക്കരുത്, വരണം. ടീമായിട്ടാണ് വരുന്നത്. യു ആർ വെൽക്കം. അവിടെ വെച്ച് കാണാം. നമ്പർ 3, mercy sustains us daily. ഈ കരുണയാണ് ദിനംതോറും നമ്മെ പരിപാലിക്കുന്നത്, നമ്മെ നിലനിർത്തുന്നത്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ആയുസ് മുഴുവൻ, അഥവാ ആയുസിൻ്റെ ഓരോ ദിവസവും എന്നാണ് അതിൻ്റെ അർത്ഥം.
Mercy is not one-time experience, it is a daily supply. കരുണ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്ന് നമുക്ക് കരുണ കിട്ടി, അതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് ആരും ചിന്തിക്കരുത്. പകരം ഇറ്റ് ഈസ് എ ഡെയിലി സപ്ലൈ. അത് ദിവസം തോറും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ദിവസം തോറും സപ്ലൈ ആയി നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് കരുണ. എല്ലാ ദിവസവും കരുണ കിട്ടും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:6 റിസീവ് മേഴ്സി ആൻഡ് ഫൈൻഡ് ഗ്രേസ് ഇൻ ടൈം ഓഫ് നീഡ്. അവിടെ പറയും തക്ക സമയത്ത് കരുണ ലഭിപ്പാനും പിന്നെ കൃപ ലഭിപ്പാനും 2 വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. നാം അവൻ്റെ കൃപാസനത്തിനടുക്കിലേക്ക് കയറി ചെല്ലുക, ധൈര്യത്തോടെ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഞാൻ പലപ്പോഴും ATM എന്ന് പറയും, ദൈവത്തിൻ്റെ ATM. ദൈവത്തിൻ്റെ ATM എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പല ബാങ്കുകളുടെ ATM ഉണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് കാർഡിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാം, അതല്ലേ? അപ്പോൾ ശരിക്കും അത് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് അതിനെ പറയുന്നതെങ്കിൽ ഞാനതിനെ വിളിക്കുന്നത് എനി ടൈം മണി എന്നാണ്. ഏത് സമയത്ത് പോലും പൈസ എടുക്കാം. ബാങ്ക് സമയത്തിൻ്റെ പ്രവൃത്തി സമയമൊക്കെ നോക്കി, വർക്കിംഗ് അവേഴ്സ് നോക്കി നിൽക്കണ്ട. പക്ഷേ ഇവിടുത്തെ ATM എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം എനി ടൈം മേഴ്സി. ഏത് സമയത്തും കരുണ കിട്ടും. ഹീബ്രൂസ് 4:16 എബ്രായ ലേഖനം 4:16 നടിച്ചിട്ട് ATM എന്നെല്ലാവരും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ? നിങ്ങളതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എനി ടൈം മേഴ്സി, ഏത് സമയത്തും ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. അപ്പോൾ നമ്മുടെ ഷേപ്പ് എന്താണേലും, നമ്മളിനി ഒരു തെറ്റിൽ വീണു പോയാലും, നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഏത് സമയത്തും അവൻ്റെ കരുണ ലഭിക്കാൻ, കൃപ ലഭിക്കാൻ നാം ചെയ്യേണ്ടത് അവൻ്റെ കൃപാസനത്തിനടുക്കിലേക്ക് ഓടിച്ചെല്ലുക. സാം 86:5 86-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വചനത്തിൽ ദ ലോർഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി ടു ഓൾ ഹു കോൾ ഓൺ ഹിം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും കരുണ സമ്പന്നമായ രീതിയിൽ കൊടുക്കുന്നവനാണ് ദൈവം. ദ ലോർഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി ടു ഓൾ ഹു കോൾ ഓൺ ഹിം. ആര് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാലും സമ്പന്നമായ രീതിയിൽ, സമ്പുഷ്ടമായ രീതിയിൽ കരുണ അവൻ്റെ കയ്യിലുണ്ട്. ഈ ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവത്തിൻ്റെ പ്രകൃതത്തെ ഒന്ന് ഈ ഭൂമിയിൽ വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഒരു സംഭവമാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, എൻ്റെ പേഴ്സണൽ പ്രയറാണ്. ദൈവമേ, നിന്നെ ഒന്ന് കൂടുതൽ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവിനെ കൂടുതൽ അറിയാൻ, കർത്താവ് ആരാണ്, അവൻ്റെ വ്യക്തിത്വം എന്താണ്, ഇതൊക്കെ ഒന്ന് വ്യക്തിപരമായ ആഴത്തിലൊന്നറിയാൻ എന്നെ സഹായിക്കണേ. നിങ്ങൾക്കും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. 2 സാമുവേൽ 24:14 2 ശമൂവേൽ 24:14 ഹിസ് മേഴ്സി ഈസ് ഗ്രേറ്റ്. അവൻ്റെ കരുണ വലുതാകുന്നു, അല്ലെങ്കിൽ മഹത്തായതാകുന്നു. ഞാനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ കരുണ എത്രത്തോളം നമുക്ക് ലഭിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം. ബ്രീത്തിങ്, നമ്മുടെ ശ്വാസോച്ഛ്വാസം. എത്ര പ്രാവശ്യം ശ്വസിക്കും, എത്ര പ്രാവശ്യം ഉച്ഛ്വസിക്കും? ഇന്ന് രാവിലെ ഒരു 5 മിനിറ്റ് ശ്വസിച്ചേക്കാം, എന്നിട്ട് പിന്നെ ശ്വസിക്കണ്ട. അങ്ങനെയാണോ? നോ, ഓൾവേസ്, എല്ലായ്പ്പോഴും നമ്മൾ ശ്വസിക്കുന്നു, ഉച്ഛ്വസിക്കുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇത് 24/7 നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് നിർത്താൻ സാധ്യമല്ല. നിർത്തി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മരിച്ചു എന്നാണ്. അപ്പോൾ ഇതുപോലെയാണ് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ആവശ്യമുള്ളത്. വി നീഡ് എ ഡെയിലി സപ്ലൈ ആൻഡ് വി നീഡ് ഹിസ് മേഴ്സി എറൗണ്ട് ദ ക്ലോക്ക്. എപ്പോഴും വേണേ, രാവും പകലും അവൻ്റെ കരുണ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:16 അനുസരിച്ച് ഈ ATMലേക്ക് ഓടി എനി ടൈം മേഴ്സി, എപ്പോൾ വേണേലും സപ്ലൈ കിട്ടും, ഓടിച്ചെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്പർ 4, മേഴ്സി ട്രാൻസ്ഫോംസ് ആൻഡ് റെസ്റ്റോർസ്. കരുണ നമ്മെ രൂപാന്തരപ്പെടുത്തുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. God's mercy does not just forgive, it restores and lifts. ഈ ദൈവത്തിൻ്റെ കരുണ നമ്മൾ ക്ഷമിക്കുന്നു ഒരു വശം, അപ്പോൾ തന്നെ അത് നമ്മെ റെസ്റ്റോർ ചെയ്യുകയും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. എവിടെയെങ്കിലും വീണുപോയാൽ, എവിടെയെങ്കിലും തകർന്നു പോയാൽ, എവിടെയെങ്കിലും കുരുങ്ങിപ്പോയാൽ, എവിടെയെങ്കിലും സ്റ്റക്കായി പോയാൽ, ഈ കരുണയാണ് നമ്മളെ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും നമ്മെ എടുത്തുയർത്തുന്നതും. അതിൻ്റെ ചില വചനങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്.
എഫെസ്യ ലേഖനം 2:4-5 വചനങ്ങൾ. ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേറ്റ് ലവ് ഗോഡ് മെയ്ഡ് us alive. അവൻ്റെ മഹാസ്നേഹത്താൽ അവൻ നമ്മെയും അവനോട് കൂടെ ജീവിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. 1 പത്രോസ് 1:3 വി ആർ ബോൺ അഗൈൻ അക്കോർഡിംഗ് ടു ഹിസ് മെർസി. അവൻ്റെ കരുണ നിമിത്തം നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. അതൊരു ഭയങ്കര സംഭവം. അവൻ്റെ കരുണ നിമിത്തമാണ് വീണ്ടും ജനനം പോലും നമുക്ക് ലഭിച്ചത്. Psalm 51:1 Have mercy on me, O God. ദൈവമേ എന്നോട് കരുണയുണ്ടാകണം. എല്ലാവരും ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞേ, ദൈവമേ എന്നോട് കരുണയുണ്ടാകണം. ഒന്നുകൂടി പറഞ്ഞേ, ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ. ഇനി ഒന്ന്, ഞാൻ ശുശ്രൂഷയൊക്കെ തുടങ്ങിയ കാലത്ത് ഈ എറണാകുളം നോർത്തിൽ ഒരു റൂമെടുത്ത കഥയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആൽഫിയ ടൂറിസ്റ്റ് ഹോമിൻ്റെ റൂമെടുത്ത് അതിനകത്താണ് ഈ 4 മാസത്തോളം ഞാൻ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥിച്ച സമയത്ത് കൂടെ ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അപ്പോൾ നമ്മൾ ഇത് അനുഭവിക്കണമെങ്കിൽ, തീർച്ചയായിട്ടും കരുണയുടെ സപ്ലൈ ഉണ്ട്, പക്ഷെ അനുഭവിക്കണമെങ്കിൽ നാം പ്രാർത്ഥനയിൽ ആ ദൈവത്തോട് അടുക്കുമ്പോഴാണ് നമുക്കതിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ചില സമയത്തൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് ചിലപ്പോൾ വീടിൻ്റെ ഏതെങ്കിലും പ്രത്യേക അറയിൽ നിന്നോ, അല്ലെങ്കിൽ വീട് പൊളിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചണ്ടിക്കൂമ്പാരത്തിൻ്റെ അകത്തു നിന്നൊക്കെ ചില വിലപ്പെട്ട ഡോക്യുമെൻറ്റുകൾ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ അത് പഴയതാണെങ്കിൽ പോലും അതിനെ റെസ്റ്റോർ ചെയ്താൽ അതിന് വിലയുണ്ട്. ഇപ്പോൾ ഡെഡ് സീ സ്ക്രോൾസ് നിങ്ങൾ കേട്ട് കാണും, ചാവുകടൽ ചുരുളുകൾ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് എനിക്കൊന്ന് യേശയ്യാവിൻ്റെ പുസ്തകം തുടങ്ങിയുള്ള പലതിൻ്റെയും ഒറിജിനൽ കോപ്പികൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഒത്തിരി വിലപ്പെട്ട ഡോക്യുമെൻറ്റ്സാണ് ചാവുകടൽ ചുരുളിൽ നിന്ന് കണ്ടെത്തിയത്. അതുപോലെ ആ ചുരുൾ കയ്യിൽ കിട്ടിയ ശേഷം അതിൻ്റെ വാല്യൂ എന്താണ്? ഇതുപോലെ തന്നെയാണ് ഗോഡ്സ് മേഴ്സി റെസ്റ്റോർസ് ബ്രോക്കൺ ലൈവ്സ് ആൻഡ് ഗീവ്സ് ദം ന്യൂ മീനിങ്. ദൈവത്തിൻ്റെ കരുണ ജീവിതങ്ങളെ പല മനുഷ്യരെയും റെസ്റ്റോർ ചെയ്യുകയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു പുതിയ അർത്ഥം നൽകുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മെ, നമ്മുടെ ലൈഫിനെ, നമ്മുടെ സകലത്തെയും പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവനെ മുഴുവൻ റെസ്റ്റോർ ചെയ്യുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ കരുണയ്ക്കുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് മേഴ്സിയെക്കുറിച്ച് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് മേഴ്സി ഈസ് ഗോഡ്സ് പർസ്യൂട്ട്, നോട്ട് ജസ്റ്റ് അവർ റിക്വസ്റ്റ്. നമ്മൾ ചുമ്മാ ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്ന, അപേക്ഷിക്കുന്നതല്ല കരുണ. അത് നമ്മെ പിന്തുടരുന്നൊരു ശക്തിയാണ്, മറക്കരുത്. 2, മേഴ്സി കവേഴ്സ് വാട്ട് വി ഡിസേർവ്. നാം അർഹിക്കുന്നതിനെ തടുത്തു നിർത്തുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. 3, മേഴ്സി സസ്റ്റെയിൻസസ് ഡെയിലി. ഓരോ ദിവസവും നമ്മെ പുലർത്തുന്ന, നമ്മെ താങ്ങി നടത്തുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. നമ്പർ 4, മേഴ്സി ട്രാൻസ്ഫോംസ് ആൻഡ് റിസ്റ്റോഴ്സ്. കരുണ നമ്മെ രൂപാന്തരപ്പെടുത്തുകയും നമ്മെ റെസ്റ്റോർ ചെയ്യുകയും ചെയ്യും, അല്ലേ? നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുകയും എല്ലാം ചെയ്യും. എത്ര പേർക്ക് കരുണ വേണം? കരുണ വേണം എന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കമൻറ്റ് സെക്ഷനിൽ ഐ വാണ്ട് ഗോഡ്സ് മേഴ്സി എന്ന് ടൈപ്പ് ചെയ്യുക. എനിക്ക് ദൈവത്തിൻ്റെ കരുണ വേണം എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുക. കൈനീട്ടി പിടിക്കാമോ? കർത്താവേ, ഇന്നത്തെ വചനം കേട്ട എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ധാരാളമായി ദിനംതോറുമുള്ള കരുണ അനുഭവിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നമ്മളെ പിന്തുടരുമ്പോൾ കർത്താവിൻ്റെ വില മനസ്സിലാക്കി നിൽക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അപ്പോൾ തന്നെ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന. എല്ലാവിധ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവ്, നീ ഈ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ. പശ്ചിമേഷ്യ യുദ്ധം മുറുകുന്നു, അയയുന്നു, അനിശ്ചിതാവസ്ഥയിലാണ്. പക്ഷേ ഈ 17-ാം തീയതി വെള്ളിയാഴ്ച, ഏപ്രിൽ 17 വെള്ളിയാഴ്ച ദുബായ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഞാൻ പേഴ്സണലി നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ UAE എവിടെയാണെങ്കിലും എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി
വരിക. കുറച്ച് നാളായിട്ട് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഈ പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നടത്തിയിട്ടില്ല. പക്ഷേ വി ആർ ഗോയിങ് ടു കം ടുഗദർ ആൻഡ് പ്രേ ഫോർ ദ മിഡിൽ ഈസ്റ്റ്. നമുക്ക് ഒരുമിച്ച് വരാം, ദൈവവചനം കേൾക്കണം, പ്രൊഫറ്റിക് ആയിട്ടുള്ള പലതും അന്ന് റിലീസ് ചെയ്യപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി. ഇതൊക്കെ ചെയ്യാൻ ദൈവം പ്രാപ്തിയുള്ളവനാണ്. സോ നമ്മളെല്ലാവരും അന്നത്തെ ദിവസം ഒരുമിച്ച് വന്ന് ദൈവവചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പേഴ്സണൽ പ്രേയറിനൊക്കെ ടൈം എടുത്ത് ഒരു അടിപൊളി ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്ത് പിരിയാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി.